ഹായ് ഗൈസ്, നമ്മുടെ എക്സാം സീരീസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നിങ്ങൾ ആലോചിച്ചു, ഒരു ഏവറേജ് സ്റ്റുഡൻറ്റ് അവൻ്റെ മാർക്കും അവൻ്റെ പെർഫോമൻസ് എപ്പോഴും ഒരു ഏവറേജ് തന്നെ ചുരുങ്ങി പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ പറയുക നിങ്ങൾക്ക്? ഞാൻ എപ്പോഴും ഇപ്പോൾ ഞാനൊക്കെ ഒരു ഏവറേജ് ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോ ഞാൻ എൻ്റെ SLCയുടെ +2ൻ്റെ മാർക്ക് ഞാൻ നിങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ ഞാനൊരു വളരെ എന്ന് പറഞ്ഞാൽ പക്ക ഒരു ഏവറേജ് സ്റ്റുഡൻറ്റ് കാറ്റഗറിയാണ്. അതായത് ഏറ്റവും ടോപ്പും അല്ല ഏറ്റവും താഴെയല്ല, അതിൻ്റെ മിഡിൽ നിൽക്കുന്ന ആളാണ്. ഈ ഒരു ഏവറേജ് സ്റ്റുഡൻസിൻ്റെ മെയിൻ പ്രശ്നം, ഇപ്പോൾ നിങ്ങളുടെ പല ആളുകളും ഈ ഒരു കാറ്റഗറി നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവർക്ക് എത്ര കഷ്ടപ്പെട്ട് ശ്രമിച്ച് A+ എത്താൻ ഒരു കഴിയില്ല. എന്നാലോ അവർ ജസ്റ്റ് പാസ്സാവും എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ പാരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് അവരെ കുറിച്ച് പിന്നെ ടെൻഷനില്ല. അതായത് അവർ പാസ്സാകും അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, പിന്നെ അവർക്ക് A+ എത്താൻ കഴിയില്ല, അതുകൊണ്ട് അവരെ പറ്റി ചിന്തിക്കേണ്ട. ഇങ്ങനെ പല ആളുകളും ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും എന്നെ പറ്റിയാണല്ലോ പറയുന്നത് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ശരിക്കും ഒരു ആവറേജ് സ്റ്റുഡൻസിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അവൻ്റെ മൈൻഡ് സെറ്റാണ്. കാരണം ഒരു ആവറേജ് സ്റ്റുഡൻസ് വരുന്ന ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ പിന്നെ ചുറ്റുപാടുള്ള ആളുകളൊക്കെ ഇപ്പോൾ നിയാൽ സാർ എന്താ ഒരു സ്റ്റീരിയോ ടൈപ്പിംഗ് ആണോ അല്ലെങ്കിൽ വെറുതെ ആ കാലമൊക്കെ മാറില്ലേ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇപ്പോഴും ആ ഒരു സാധനം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഈ വോയിസ് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ആവറേജ് സ്റ്റുഡൻ്റ് ആളുകൾക്ക് പലപ്പോഴും ഈ സാധനം കണക്ട് ചെയ്യാൻ കഴിയും. സോ ബേസിക്കലി നമ്മൾ ചേഞ്ച് ചെയ്യണം നമ്മുടെ മൈൻഡ് സെറ്റാണ്, നമ്മുടെ ചിന്താഗതി, നമ്മൾ ആ പോയിന്റ് നമ്മൾ ചേഞ്ച് ചെയ്യണം. ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും പിന്നെന്താ പറയുക, ഇപ്പം അവൻ വലിയൊരു പഠിപ്പിയാണല്ലോ അല്ലേ. നമ്മളെപ്പോഴും നമ്മളെ ക്ലാസ്സിൽ ഏറ്റവും ടോപ്പറായ സ്റ്റുഡൻസ് നമ്മൾ അങ്ങനെ നോക്കാം, ഭയങ്കര പഠിപ്പിയാട്ടോ, ഇപ്രാവശ്യം A+ അല്ലെങ്കിൽ ഇപ്രാവശ്യം ഫുൾ മാർക്ക് ഉണ്ടാവും കേട്ടോ. അത് നമ്മൾ ചിന്തിക്കാം നമുക്കത് കിട്ടൂല, നമുക്ക് അതിനൊന്നും ആയില്ലടാ, നീ എന്താ എൻ്റെ അവസ്ഥ, കുഴപ്പമില്ല കേട്ടോ, എങ്ങനെയൊക്കെ പാസ്. ഇതാണ് ഒരു ഏവറേജ് സ്റ്റുഡൻറ്റിൻ്റെ മൈൻഡ് സെറ്റ്. നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ പറ, ഇപ്പോൾ വീഡിയോ കാണുന്നതിൽ ബഹുഭൂരിപക്ഷ ആളും ഞാൻ ഈ പറഞ്ഞ ആൾക്കാരായിരിക്കും. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെ തന്നെയല്ലേ. അത് A+ സാധനക്കാർക്കാണ്, പിന്നെ അവൻ കൊണ്ടുപോയിക്കോളും, നമുക്ക് എന്ത് ചെയ്യേണ്ട അതിൻ്റെ ആവശ്യമില്ല എന്ന മൈൻഡ് സെറ്റാണ് പലപ്പോഴും ചിന്തിക്കാറുള്ളത്. ഇതാണ് നമ്മുടെ പലപ്പോഴും ബുദ്ധിമുട്ടാക്കുന്ന ഒന്നാമത്തെ ഫാക്ടർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്പർ 1 നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, എൻ്റെ ചിന്താഗതി ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം. രണ്ടാമത്തെ പരിപാടി, എനിക്ക് കാലാകാലം അല്ലെങ്കിൽ ജീവിതം അവസാനം വരെ എൻ്റെ ലൈഫിൽ മൊത്തം ഒരു ആവറേജ് എനിക്ക് മതിയോ? എപ്പോഴും ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് എത്തിപ്പെടാൻ പോകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത് എല്ലാ സ്ഥലത്തും, ഈവൻ ജോലിയിൽ കയറിയാൽ പോലും അവൻ എന്താ പറയുക ഒരു സ്റ്റേബിൾ അവസ്ഥയിലായിരിക്കും. എപ്പോഴും ഒരു പൊന്തിയും താഴ്ന്നു നിൽക്കുന്ന ഒരു ഗ്രാഫ് ആയിരിക്കും ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് ലൈഫിൽ പലപ്പോഴും നമ്മൾ കാണാറില്ല. ഇത് സ്റ്റുഡൻറ്റ് ലൈഫിലാണ് പറയുന്നത് കേട്ടോ. അപ്പോഴും ഞാൻ എന്നെ എക്സാമ്പിൾ ആക്കി പറയാൻ വേണ്ടി, കാരണം ഞാൻ അത്രയും ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഹിന്ദി പോലത്തെ ലാംഗ്വേജ് പോലത്തെ പല സബ്ജക്റ്റ് എനിക്ക് വെറും പാസ് മാർക്ക് മാത്രമായിരുന്നു. സോഷ്യൽ പോലെ സബ്ജക്റ്റ് എനിക്ക് വെറും പാസ് മാർക്ക് മാത്രമായിരുന്നു. എനിക്ക് ഏറ്റവും നല്ല മാർക്ക് സ്കോർ കിട്ടിയ ഒരു സബ്ജക്റ്റ് എനിക്ക് തോന്നുന്നു പിന്നെ മലയാളം, അതുപോലെ തന്നെ എന്താ പറയുക പിന്നെ ഇംഗ്ലീഷ് കുറച്ച് മാർക്ക് ഉണ്ടായിരുന്നു. അതായത് ഇതൊക്കെ ആവറേജ് സ്റ്റുഡൻസിൻ്റെ എന്താ പറയുക മാർക്ക് കിട്ടുന്ന സബ്ജക്റ്റുകളാണ്. നന്നായി എഴുതേണ്ട, നന്നായി തല വർക്കൗട്ട് ചെയ്യുന്ന പല സബ്ജക്റ്റ് ഇവർക്ക് ആവറേജ് മാർക്കായിരിക്കും. ആ ഒരു കാറ്റഗറിയിൽ ഞാനും. പിന്നെ എപ്പോഴും നമ്മളിത് മാറ്റുന്നത് മാറും, നമ്മുടെ മൈൻഡ് സെറ്റ് മാറുമ്പോഴാണ്. നമുക്കിങ്ങനെ പോയാൽ പോരാ, എവിടെ പോയാലും നമുക്കിരിക്കാൻ ഒരു സീറ്റ് വേണം, നമുക്ക് വർക്ക് ചെയ്യാൻ ഒരു സ്പേസ് വേണം. നമ്മൾ ആ സ്പേസിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞാൽ 2 ദിവസം ഒരാഴ്ച കഴിഞ്ഞാലെങ്കിൽ അവർ നമ്മളെപ്പറ്റി ആലോചിച്ചേ അവൻ പോയ ആ സ്പേസ് കറക്റ്റ് അറിയാൻ കേട്ടോ. ഇത് നമ്മുടെ മൈൻഡ് സെറ്റാണ്. ആ മൈൻഡ് സെറ്റ് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ പലപ്പോഴും ഞാൻ കുട്ടികളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, പഠനം കൊണ്ട് മാത്രം നമുക്ക് മികവിലെത്താൻ കഴിയില്ല. അവിടെ എന്ത് വേണം? അഡീഷണൽ സ്കില്ല് കൂടി നമ്മൾ അതിൻ്റെ കൂടെ ആഡപ്പ് ചെയ്താൽ മാത്രമേ ഇനിയുള്ള കാലത്ത് നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരാൾക്ക് ഡിഗ്രി ഉണ്ട്, ഒരാൾക്ക് PG ഉണ്ട്, PhD ഉണ്ട്, ഒരു കാര്യമില്ല. എന്നാൽ റീസെൻ്റ് എൻ്റെ ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നത് ഒരാളെ CV എനിക്ക് അയച്ചു തന്നു. എന്നിട്ട് പറയാൻ, നിഹാൽ നീ ഒന്ന് പ്രത്യേകം കൺസിഡർ ചെയ്യണം. നോക്കുമ്പോൾ ഈവൻ PhD വരെ എടുത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ പോയി PhD വരെ എടുത്ത ആളെ CV എനിക്ക് അയച്ചു തന്നത്. ഡോക്ടർ എന്ന് അദ്ദേഹത്തിൻ്റെ തൊട്ട് മുന്നിൽ പേരുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? നമ്മളൊരു മൈൻഡ് സെറ്റും നമ്മളൊരു എന്താ പറയുക നമ്മുടെ ഒരു ആഗ്രഹങ്ങളൊക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം. അപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് തൻ്റെ പഠന രീതിയിൽ എന്ത് മാറ്റം വരുത്തേണ്ടത്? പഠന രീതിയിൽ വരുത്തേണ്ട മാറ്റം ആദ്യം നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റാം. നമ്മളെ കൊണ്ട് അത് അച്ചീവ് ചെയ്യാൻ കഴിയും എന്ന കാര്യമാണ് നിങ്ങൾ ആദ്യം നിങ്ങളുടെ മൈൻഡിലേക്ക് കൊടുക്കേണ്ടത്. നമ്മളെ കൊണ്ട് അത് അച്ചീവ് ചെയ്യാൻ കഴിയും. ഇത് നിങ്ങൾക്ക് തോന്നുന്നില്ല, നിങ്ങളെ കൊണ്ട് അത് പറ്റൂല എന്ന് തോന്നുകയാണ്, പിന്നെ നമുക്ക് ഒരു കാര്യമില്ല. പണ്ട് ആളുകൾ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. ട്രൈ ചെയ്യാമെന്താ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നോക്കുക, അപ്പോൾ ഞാൻ ഈ ലാപ്ടോപ്പ് ഒന്ന് അങ്ങോട്ട് വെക്കുന്നവരെ ഞാൻ അത് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ലാപ്പ് അങ്ങോട്ട് വെക്കുന്ന ഞാൻ ട്രൈ ചെയ്യുന്നുള്ള ട്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അത് വെക്കാൻ കഴിയില്ലോന്. ഐ വിൽ ഡു എന്ന് പറഞ്ഞാൽ എടുത്തുന്നു കഴിഞ്ഞ്. ട്രൈ ചെയ്യാന്ന് പറഞ്ഞാലോ ഇത് വെക്കുന്ന അയാൾ മനസ്സിനോട് സ്വയം പറഞ്ഞു ഞാൻ നോക്കട്ടെ, ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. ട്രൈ ചെയ്ത് നോക്കിയാൽ ഒരിക്കലും അവിടെ എത്തൂല. യെസ് ഐ വിൽ ഡു, ഞാൻ ചെയ്യും. ഈ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ടീച്ചർ പറയണം, എടാ പിന്നെ മാത്സ് നാളെ എത്ര നീ ഒന്ന് പ്രോബ്ലം ചെയ്ത് പറയണ്ട, എത്ര ഒന്ന് വർക്കൗട്ട് ചെയ്തേക്കണം. നോക്കട്ടെ ടീച്ചർ, ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എനിക്ക് പറ്റുമെന്നില്ല. അത് ആദ്യം ഓക്കെ സാർ ഐ വിൽ ഡു എന്ന സാധനം നിങ്ങൾ എത്ര കാലം എപ്പോഴൊക്കെ നിങ്ങൾ പറയുന്നു ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വീട്ടിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും ജോലി പറയാതിരിക്കുക, നോക്കട്ടെ കഴിയുമെന്ന് അറിയില്ല, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് അവിടെ എത്താൻ കഴിയൂല. ഇതിനെന്താ വേണ്ടത്? ഇതൊക്കെ എന്തോ വലിയ 5 10 ലക്ഷം റുപ്യ കൊടുത്ത് ചെയ്യേണ്ട കാര്യം ഒന്നുമല്ല. നമ്മുടെ ചിന്തയിൽ വരുന്ന ചെറിയ മാറ്റം. അപ്പോൾ ആ മൈൻഡ് സെറ്റ് എന്ന് കംപ്ലീറ്റ് നിങ്ങൾ ചേഞ്ച് ചെയ്യുക.
അപ്പോൾ ആവറേജ് സ്റ്റുഡൻറ്റ്, ഈവൻ ഞാൻ പോലും എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച കാര്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഞാൻ ഇപ്പം മറ്റൊരു കാര്യം, യെസ് എനിക്കത് ചെയ്യാൻ പറ്റും, അത് ഞാൻ ചെയ്ത് നോക്കും. ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്ന സാധനമുണ്ട്. നമ്മളൊരു കാര്യം ചെയ്തു നോക്കും, ചെയ്തു നോക്കിയിട്ട് തെറ്റാണ്, നമുക്കത് വർക്കൗട്ട് ആവുന്നില്ല എന്ന് മനസ്സിലായി നമ്മൾ ചേഞ്ച് ചെയ്യണം. സോ ഈ സിസ്റ്റത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, മൈൻഡ് സെറ്റ് അങ്ങ് മാറ്റുക, നിങ്ങളെ കൊണ്ട് പറ്റും. അപ്പോൾ ഇതുപോലെ എന്താ പറയുക, ആവറേജ് സ്റ്റുഡൻ്റായി നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് ഇത് വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ യഥാർത്ഥ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എക്സാം സീരീസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കും. ഓരോ ദിവസവും നിങ്ങൾ എക്സാമിന് എഴുതാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്നവരെ നമ്മുടെ വീഡിയോസും കണ്ടന്റ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ആരും എന്തല്ല മോശക്കാരല്ല, നിങ്ങൾക്ക് പറ്റും. സോ എപ്പോഴും എന്ത് പറയാം, ഐ വിൽ ഡു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമ്മളിങ്ങനെ വരും ആവറേജ് സ്റ്റുഡൻ്റ് എപ്പോഴും ഒരേ മിഡിൽ ലെവൽ നിൽക്കുന്ന ആൾക്കാരല്ല, അങ്ങനെ ആവാൻ പോകുന്ന ആൾക്കാരല്ല. നല്ല മാറ്റം, നല്ല പ്രോഗ്രസ് നമ്മുടെ ലൈഫിലും എക്സാംസിലൊക്കെ നമ്മൾ വരുത്തും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.